പൊതുവെ നമ്മൾ ബോളിവുഡ് സിനിമകളിൽ കണ്ടുപോയിട്ടുള്ള ഒരു ശീലം തന്നെയാണ് ഏതെങ്കിലും ഒരു സൗത്തിൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറിനെ വിളിച്ചു വരുത്തിയിട്ട് ഊക്കി വിടുന്ന ഒരു കാര്യം. അത് അക്ഷരം വെടി തെറ്റിക്കാതെ ഈ ഒരു സിനിമയ്ക്കകത്തും ബോളിവുഡിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വാർ 2 സിനിമയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ ഇത് നമ്മുടെ സ്പൈ യൂണിവേഴ്സിന്റെ പുതിയൊരു സിനിമയും കൂടി തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ കോപ്രായങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു വെച്ച് തന്നേക്കുന്നത്. ഇത് നിങ്ങളുടെ കാശിനുള്ള സിനിമയുണ്ടോ, അതോ നിങ്ങൾ ഈ ഒരു സിനിമ പോയി കാണേണ്ട കാര്യമുണ്ടോ? സ്പോയിലർ അലേർട്ട്, കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. ആമസോണിൽ വരും, അപ്പോൾ കാണുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു സിനിമയുടെ റിവ്യൂയിലേക്ക് കടക്കാം. ഒറ്റ വാക്കി പറയാലോ, വാർ 2 പടം ഒരു പരാജയം തന്നെയാണ്. ഇനി നമ്മൾ ആക്ച്വലി വാർ 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വാർ 1 ഈ ഒരു ലെവലിൽ നിൽക്കുവാണെങ്കിൽ ഇതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. കാരണം വാർ 1-നകത്ത് നമ്മൾ ആക്ച്വലി ഹൃത്തിക് റോഷനെയും ടൈഗർ ഷ്രോഫിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കിഡിലനായിട്ടുള്ള ഒരു പടമായിട്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്പൈ യൂണിവേഴ്സിൽ അത്യാവശ്യം ഒരു നല്ലൊരു പടം കൂടി തന്നെയായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ വാർ 2-ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ലഭിച്ചിട്ടുള്ള ഒരേ ഒരു കാര്യമുണ്ട്. അതായത് എമ്പുരാൻ സിനിമയ്ക്കകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഇന്ന് അമേരിക്കയിലാണെങ്കിൽ നാളെ ഇറ്റലിയിലായിരിക്കും, അതിനുശേഷം ഫ്രാൻസിലായിരിക്കും. അതേപോലത്തെ ഒരു സഞ്ചാര എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ബോളിവുഡിൽ ഈ ഒരു സിനിമ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സഞ്ചാരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇന്ത്യയിലാണ്, അടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ ജപ്പാനിൽ പോകും, പിന്നെ അവിടെ നമ്മൾ നേപ്പാളിൽ പോകും, പിന്നെ അവിടെ നിന്ന് ചൈനയിൽ പോകും. ഇതേപോലെ ഓരോ സ്ഥലങ്ങളിൽ ചാടി പോകുന്നതാണ് ഇന്ത്യൻ സിനിമയുടെ സിനിമോട്ടോഗ്രാഫിയിലും ഓരോ ലൊക്കേഷൻസ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങളൊരു ട്രാവൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങൾക്ക് സഞ്ചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡ് അത് നിങ്ങൾക്ക് ഹിന്ദിയിൽ ഹൃത്തിക് റോഷനെയും ജൂനിയർ NTRനെയും വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ തികച്ചും നിങ്ങൾക്ക് ഈ ഒരു സിനിമ പോയി കാണാവുന്ന തന്നെയാണ്. നിങ്ങൾക്ക് പല ലൊക്കേഷൻസും ഈ ഒരു പടം നിങ്ങളെ കാണിച്ചു തന്നിട്ടുമുണ്ട്. എന്ത് പറയാനാണ്, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു പടം തന്നെയാണ്. കാരണം ഈ പടത്തിനകത്ത് സത്യം പറഞ്ഞാൽ കഥയില്ല. ഞാൻ കൂലിയുടെ സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ആ ഒരു കഥ കുറേയധികം ആ ഒരു ടോണ് കാര്യങ്ങളും മാച്ച് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നെന്ന്. അത് വെച്ച് നമ്മൾ ഇതിലേക്ക് നോക്കണേ, ഈ ഒരു പടത്തിനകത്ത് കഥയില്ല. എല്ലാ 2 മിനിറ്റ് സംസാരം, അതിനുശേഷം ഫൈറ്റ്, സംസാരം, ഫൈറ്റ്. ഇതല്ലാതെ ഇതിനകത്ത് ഒരു തേങ്ങാക്കൊല നമുക്ക് വാർ 2-നകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് അതുകൂടാതെ തന്നെ എനിക്കറിയില്ല, ജൂനിയർ NTRനെ വിളിച്ചു വരുത്തത് കൊണ്ടായിരിക്കും അവർ സൗത്തിലെ പോലത്തെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ആക്ഷൻസ് അവർ റീക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറേയധികം കത്തി കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ ഈവൻ ഈ ഇന്നിറങ്ങിയ കൂലി ഫിലിം വെച്ച് നിങ്ങൾ നോക്ക്, അതിനേക്കാളും ഇരട്ടി കത്തി ഈ ഒരു ബോളിവുഡ് പടത്തിൽ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇവർ പറയും എന്താ പറയുക, നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ പറയുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള പടങ്ങൾക്കാണ് കൂടുതൽ കത്തി കാണിക്കണമെന്നാണ്. പക്ഷെ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ പൊന്നോ, ഇമാതിരി കത്തിയാണെന്നും അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതേപോലത്തെ കത്തികളൊക്കെയാണ് നമുക്ക് ഈ ഒരു പടത്തിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് പടത്തിൻ്റെ റിഡീമിങ് ക്വാളിറ്റി ആയിട്ട് ഒരേ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഈ ഒരു പടത്തിനകത്തുള്ള ആക്ഷനാണ്. കാരണം എന്താണെങ്കിലും പടത്തിനകത്ത് കഥയില്ല. പിന്നെ ഈ ഒരു പടം നമുക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആക്ഷൻ തന്നെയാണ്. ആൻഡ് ആക്ഷൻസ് എസ്പെഷ്യലി ഫിലിമിൻ്റെ ലാസ്റ്റിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും ഹൃത്തിക് റോഷനും അതുകൂടാതെ തന്നെ ജൂനിയർ NTRും ആയിട്ടുള്ള ആ ഒരു ഫൈറ്റ് കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാ 2 മിനിറ്റ് ഡയലോഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈറ്റാണ് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. സോ അല്ലറ ചില്ലറ ഫൈറ്റ്, ഒരു പ്ലെയിൻ്റെ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടായിരുന്ന മറ്റൊരു എലമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ആവശ്യമില്ലാതെ യൂസ് ചെയ്തിട്ടുള്ള CGIയും വിഷ്വൽ എഫക്ട്സും. യെസ്, നമ്മുടെ ടെക്നോളജി വളർന്നു, അന്നും പറഞ്ഞ് ആവശ്യമുള്ളതിന് യൂസ് ചെയ്യും. എവിടെ നോക്കിയാലും VFXും CGയും അത് ഈസിലി നോട്ടീസബിൾ ആയിട്ടുള്ളൊരു CGയും VFXും ആണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അത് ഈ ഒരു സിനിമയെ എന്താ പറയുക, ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. സോ ഇനി നമുക്ക് ഈ സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഹൃത്തിക് റോഷൻ നമുക്കറിയാം, പുള്ളിക്കാൻ ഒരു കിടിലനായിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. പുള്ളിക്കാൻ ആ ഒരു ആക്ടിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് ഇതിനകത്തുള്ള ഏറ്റവും കിടിലനായിട്ടുള്ള എൻട്രി എനിക്ക് തോന്നിയിട്ടുണ്ടായത് അത് ഹൃത്തിക്കിന്റെ എൻട്രി തന്നെയായിരുന്നു. എല്ലാം വിത്ത് നമ്മുടെ വരുൺ ധവാൻ. ഒന്നും ഞാൻ പറയുന്നില്ല, മറ്റേ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്. സോ ഹൃത്തിക്കിന്റെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാൻസും പുള്ളിക്കാരൻ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പണ്ട് മുതലേ ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ജൂനിയർ NTRനെ കുറിച്ച് പറയുവാണെങ്കിൽ, ജൂനിയർ NTRന്റെ ക്യാരക്ടർ തന്നെ ഇവർക്ക് എങ്ങനെ അത് പ്രസന്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വില്ലനായിട്ട് പ്രസന്റ് ചെയ്യുന്നു, അതിങ്ങനെ ആന്റി ഹീറോ ആക്കുന്നു, പിന്നെ ജൂനിയർ NTRന്റെ ഫാൻസിന് വേണ്ടി ഫാൻ സർവീസ് കൊടുക്കുന്നു. അവസാനം വരുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡയറക്ടറിന് തന്നെ കൺഫ്യൂഷനായി ഇതെങ്ങനെ എവിടേക്ക് ഞാൻ കൊണ്ട് എത്തിക്കുക എന്നുള്ളൊരു കാര്യം. പക്ഷെ എന്നാലും ജൂനിയർ NTRന് ഒരു നല്ലൊരു പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരൻ ഇതിനേക്കാളും കഴിവുള്ള ഒരു ആക്ടർ തന്നെയാണ്.
പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാനുള്ളത്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഒരു പെർഫോമിംഗ് ചെയ്യേണ്ട ഒരു ഫിലിം അല്ല, ഇതൊരു ആക്ഷൻ പടമാണ്. ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഈ ഒരു സ്റ്റോറി ഒരു തേങ്ങാക്കൊല ഇല്ലാതെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്താണെങ്കിലും പറ്റില്ല. പിന്നെ കിയാറ അദ്വാനി, പുള്ളിക്കാരിയെ കുറിച്ച് ഞാൻ ഇത്രയും പറയുള്ളൂ. ഒരു സെക്സ് ഐക്കൺ എന്നുള്ള രീതിയിലാണ് ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് അതുപോലെ തന്നെ കിയറയും അതുകൂടാതെ തന്നെ ഹൃത്തിക് റോഷനും വെച്ചിട്ടുള്ള ആ ഒരു കെമിസ്ട്രി എന്ന് പറയാൻ പോലും ഒരു പ്രത്യേകിച്ച് ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു രീതിയിലും വർക്കൗട്ട് ആയില്ല. എന്തിന് ഇവിടെ NTRും അതുകൂടാതെ തന്നെ നമ്മുടെ ഹൃത്തിക് റോഷൻ ആയിട്ടുള്ള ആ ഒരു കെമിസ്ട്രി പോലും വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാർ 1 വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടൈഗറും അതുകൂടാതെ തന്നെ ഹൃത്തിക്കും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി സൂപ്പർ ആയിട്ട് തന്നെ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ടൈഗറിന്റെ അതേ ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് പുള്ളിക്കാരൻ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം ടൈഗറിന് വേണ്ടി എഴുതിയ പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ടൈഗർ വീണ്ടും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിദ്യുത് ജമാലിനെ പോലെ ഏതെങ്കിലും ഒരു ആക്ഷൻ സ്റ്റാർ. കാരണം ജൂനിയർ NTRനും പറ്റിയിട്ടുള്ള ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇതെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കുറേയധികം എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വയ്ക്കുന്ന പ്രത്യേകിച്ച് ഒരു തേങ്ങാക്കൊലയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുള്ള ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു ഫൈറ്റാണ് ഹൃത്തിക്കും ജൂനിയർ NTRും തമ്മിയിട്ടുള്ള ഒരു ഫൈറ്റ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് വൻ തോൽവിയാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ, വാർ സിനിമയിൽ തന്നെ നമ്മൾ ആക്ച്വലി വാർ 1ഉം വാർ 2ഉം കൂടി കമ്പയർ ചെയ്യുവാണെങ്കിൽ വാർ 1 തന്നെയാണ് ഏറ്റവും കൂടുതലും പടം. അതിന് നല്ല രീതിയിൽ തന്നെ റീവാച്ചബിലിറ്റി ഉള്ളൊരു പടം കൂടി തന്നെയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈസിലി ഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു പടം തന്നെയാണ്. ഈ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഹൃത്തിക് റോഷനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ജൂനിയർ NTRനെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഈ ഒരു പടം അവർക്ക് പോലും ഈ ഒരു പടത്തിന് ഒരു ജസ്റ്റിസ് കൊടുക്കാൻ സാധിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതൊരു സ്പൈ യൂണിവേഴ്സിന്റെ ഫിലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമയുടെ എൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് മറ്റ് അടുത്ത് ഇനി വരാൻ പോകുന്ന പ്രൊജക്ടിന്റെ ഒരു കമ്മിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആലിയ ഭട്ടിന്റെയും ബോബി ഡിയോളിന്റെ ആൽഫ എന്ന് പറഞ്ഞ സിനിമയുടെ. അതല്ലാതെ വേറെ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഓവറോൾ നല്ല ബോറിംഗ് പടമാണ്. ചുമ്മാ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ആ ഒരു പോപ്കോണിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റിൻ്റെ കാശ് കളയാന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതൊക്കെ ആരെങ്കിലും ഐമാക്സിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഐമാക്സിൽ പോയ കാശ് തന്നെ വേസ്റ്റ് എന്ന് എനിക്കിത് പറയാനുള്ളൂ. കാരണം ഫിലിംഡ് ഫോർ ഐമാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുറേ CGയും VFXും കുത്തിച്ചേർത്ത് കുറേ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ലോജിക്കും ഇല്ലാത്ത ആക്ഷൻ കാണിക്കുന്നതാണോ പടം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിപ്പോൾ നമ്മൾ ബോളിവുഡിൽ ഏതൊരു പടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. സോ ഓവറോൾ എൻ്റെ ഒപ്പീനിയൻ ഇത് തന്നെയാണ്. ഞാൻ എന്താണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. OTTയിൽ വരുമ്പോൾ സ്ട്രീം ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആക്ച്വലി ഒരു സ്പൈ യൂണിവേഴ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിം ഏതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പത്താനും ടൈഗറും ഒക്കെ വരുമെന്ന് വിചാരിച്ചാൽ ആരും ഒരു പടം പോയി കണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അവരുടെ ഒരു പൊടി പോലും നമുക്ക് ഈ ഒരു പടത്തിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നില്ല. സോ ഓവറോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാം. സോ സ്റ്റേ സേഫ് ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡ്.